കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഒരു തുടർ ഭരണത്തിലേക്ക് പോകുമോ? നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം നരേന്ദ്രമോദി പോകില്ല എന്ന് കരുതിയിട്ട് തേർഡ് ടേമായി പിണറായി വിജയനും ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കേരളത്തിൽ എത്ര ശതമാനം ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ട്? 2023 സാമ്പത്തിക സർവേ പ്രകാരം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 35% വോട്ട് ശേഖരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 5.7%. മറ്റ് ഇടതുപക്ഷ സഖ്യകക്ഷികൾ 3.5%. അതായത് 2021 കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യം 45.4% വോട്ട് നേടി. 2016 43.5% വോട്ട് നേടി. അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ CPIM, CPI നേരിട്ട് പിന്തുണയ്ക്കുന്നവർ ഏകദേശം 35-40% ആണെന്ന് കണക്കാക്കാം. അതായത് ഏകദേശം 45% വോട്ടർമാർ LDFനെ പിന്തുണയ്ക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് വോട്ട് ശതമാനമാണ്, പാർട്ടി അംഗസംഖ്യയല്ല. കേരളത്തിൽ ഇടതുപക്ഷ സഖ്യത്തിന് CPIM, CPI അംഗസംഖ്യ ഏകദേശം 5-6 ലക്ഷം മാത്രമാണ്. അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഏകദേശം 1.7% മാത്രമാണ് ഇടതുപക്ഷാംഗങ്ങൾ. ഇനി വലത് പക്ഷക്കാരുടെ നോക്കാം. UDF മുന്നണി അംഗങ്ങൾ: കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, PFI, കാസ, വെൽഫെയർ പാർട്ടി, മറ്റ് NDA മുന്നണി, BJP, BDJS, PC പാർട്ടി, ക്രിസ്ത്യൻ വോട്ടർ ബേസ്, APMS, അപ്സർ മുസ്ലിം സംഘം, കേരള കോൺഗ്രസ്, ജാക്കോബ് ഗ്രൂപ്പ്, NRC തുടങ്ങി മൊത്തം വലത് പക്ഷ സംഘടനകൾ എല്ലാം ചേർന്ന് ഏകദേശം 17 ലക്ഷം അംഗങ്ങൾ ഉണ്ട്. ജനസംഖ്യയുടെ 4% UDF NDAക്ക് ഉണ്ട്. ഏകദേശം 55% വോട്ടും ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇടത് പക്ഷക്കാരുടെ 1.7%, വലതിന്റെ 4%, മൊത്തം 5%. അതായത് കേരളത്തിൽ 95% പേർ പാർട്ടി അംഗങ്ങളല്ലെന്നർത്ഥം. പക്ഷേ 5% പേരുടെ സജീവ രാഷ്ട്രീയം മുഴുവൻ വോട്ടർമാരെയും ബാധിക്കുന്നു. ഇതാണ് ഇടതിന്റെ രാഷ്ട്രീയ മാജിക്, വലതിന്റെ ഭയം. ജനാധിപത്യത്തിൽ പാർട്ടികളുടെ ശക്തി അംഗസംഖ്യയല്ല, ജനങ്ങളുടെ വിശ്വാസമാണ് വലുത്. അവിടെയാണ് വലത് പക്ഷക്കാർ തോറ്റിടുന്നത്. ഭയപ്പെടുത്തി വോട്ട് നേടുക എന്നത് പ്രായോഗികമല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ 98% വിശ്വാസികളാണെങ്കിലും പൂർണ്ണമായി ദൈവങ്ങളിൽ അർപ്പിച്ചല്ല, കൂടുതലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഊന്നൽ നൽകി ജീവിക്കുന്നത്. തന്റെ കാര്യം താൻ നോക്കിയില്ലെങ്കിൽ പണികിട്ടും എന്ന് നന്നായി അറിയാം. അപ്പോൾ 95% വരുന്ന പാർട്ടി ഇല്ലാത്ത വോട്ടർമാർ അവരുടെ സേഫ്റ്റി നോക്കും. ഉള്ളതിൽ നിന്നും ആണ് തിരഞ്ഞെടുക്കുന്നത്. ലഭ്യമായ ഓപ്ഷനുകളിൽ മികച്ചതാണ്, നല്ലതിൽ നിന്നല്ല തിരഞ്ഞെടുക്കുന്നത്. അമേരിക്കക്കാരനെ അല്ലെങ്കിൽ ജപ്പാൻകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. കേരളം തിരഞ്ഞെടുക്കുന്നത് സുരക്ഷയും യുക്തിയും ആണ്, ഭയവും മതവും അല്ല. കൊണ്ടൽ വർണ്ണം മഴ തരും, പക്ഷേ വെള്ളം കെട്ടിവയ്ക്കാൻ വേണം കനാൽ. ഒന്നും തരാത്ത മതത്തേക്കാൾ അവർക്ക് സർക്കാർ മികച്ചത്. ഇത് കേരളത്തിലെ വളരെ ആഴത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ജനതയുടെ പ്രത്യേകത വ്യക്തമാക്കുന്നു. കേരളീയരുടെ വൈരുദ്ധ്യാത്മക മാനസികാവസ്ഥ. തിയോളജി ദൈവം ഉണ്ട്, പക്ഷേ അവൻ എനിക്ക് ജോലി തരില്ല. പൊളിറ്റിക്സ് മതം വ്യക്തിപരം, ഭരണം യുക്തിപരം എന്ന സമീപനം. UDF NDA സഖ്യങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ LDF സർക്കാരുകൾ എല്ലാവരുടെയും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ഉറപ്പിക്കുന്നു.